ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതാ നാളെ നമ്മുടെ ബയോളജി എക്സാം ആണ് അല്ലേ. അപ്പോൾ ബോട്ടണി ആണ് നിങ്ങൾക്കൊക്കെ പ്രശ്നമെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ ബോട്ടണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള A+ ഉറപ്പിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ അല്ല, കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ 30 നിങ്ങൾക്ക് ഉറപ്പാക്കി തരാനുള്ള ഏറ്റവും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൈകുന്നേരത്തെ മാരത്തോൺ ലൈവിലേക്ക് വേണം വരാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 7 മണിയാകുമ്പോൾ എല്ലാവരും വരിക. ബോട്ടണിയും സുവോളജിയും എല്ലാം സെറ്റ് ആക്കാനാണ് നമ്മുടെ ലൈവ് ഉള്ളത് കേട്ടോ. അപ്പം നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നാണ്. ഒബ്സർവ് ദ ഫിഗർ, ലേബൽ ദ പാർട്സ് A, B and C, റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻസ് ഓഫ് റൂട്ട് ഹെയർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുമ്പോൾ ഡയഗ്രാം മസ്റ്റ് ആയിട്ട് പഠിക്കുക. അതിലുള്ള ഒരു ഡയഗ്രാം പോലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അപ്പൊ ഇത് ഏതാണ്? നമ്മുടെ മോർഫോളജി ഓഫ് റൂട്ട് ആണ്, സ്ട്രക്ചർ ഓഫ് റൂട്ട് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ റൂട്ടിന്റെ ഭാഗങ്ങൾ നോക്കുമ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. B എന്ന് പറയുന്നത് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ്. C എന്ന് പറയുന്നതോ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ മേജർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ റീജിയൻ ഓഫ് മെച്ചുറേഷൻ നിങ്ങൾക്ക് റൂട്ട് ഹെയേഴ്സ് കാണാം, താഴെ റൂട്ട് ക്യാപ്പും നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ് ഓൺ ദ ഫംഗ്ഷൻസ് ഓഫ് റൂട്ട് ഹെയേഴ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. എന്താ റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? അബ്സോർബ് ദി വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ ആണ് അല്ലെ. അപ്പൊ ഏത് ഭാഗങ്ങൾ തന്നാലും ലേബൽ ചെയ്യാനും അതിന് ഫംഗ്ഷൻസ് ചെയ്താലും എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം, മറക്കാനേ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് മിസ് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫ്രൂട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്രൂട്ട്സ് of coconut and mango are called what are parthenocarpic fruit. അപ്പം ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ മോഡിഫൈഡ് എന്താണ്? ഫ്ലവറിനെ നമ്മൾ പറയുന്നുണ്ട് മോഡിഫൈഡ് ഷൂട്ടാണ്. ആ ഫ്ലവറിൽ നിന്നും പിന്നെ എന്താണ്? ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്, ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പൊ ഫ്രൂട്ട്സ് ഓഫ് ദ കോക്കനട്ട് ആൻഡ് മാംഗോ ആർ കോൾഡ്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ടെക്നിക്കൽ ടേം പറയുന്നുണ്ട്. ആ ടേം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഡ്രൂപ്പ് അല്ലെ. നമ്മൾ അതിനെ എന്താ പറയാ? ഡ്രൂപ്പ് എന്ന് പറയും. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവറി അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് ഓവറി ആയിട്ടുള്ള ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഫോർമേഷൻ of fruit without fertilization. ഇനി അടുത്ത നോക്കിക്കേ, മൈറ്റോകോൺട്രിയ ആർ കോൾഡ് ദി പവർ ഹൗസ് ഓഫ് ദ സെൽ. വൈ? എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്? ആൻഡ് നെയിം ദി ഇൻഫോൾഡിങ്സ് ഓഫ് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. എന്തുകൊണ്ടായിരിക്കും മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് എന്ന് വിളിക്കാൻ കാര്യം? യെസ്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് ദി സൈറ്റ് വേർ എനർജി ഈസ് സിന്തസൈസ്ഡ് അല്ലെ. എനർജി ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. സോ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ഹെൻസ് ദേ ആർ കോൾഡ് പവർ ഹൗസ് ഓഫ് സെൽ. അപ്പൊ നമ്മുടെ എനർജി കറൻസി ആയിട്ടുള്ള ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. ഇനി ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നെയിം ദി ഇൻഫോൾഡിങ്സ് ഓഫ് ഇന്നർ മെംബ്രെയിൻ മൈറ്റോകോൺട്രിയ. ഓർത്ത് വെക്കണം, മൈറ്റോകോൺട്രിയന്റെ ഇൻഫോൾഡിങ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? ക്രിസ്റ്റേ എന്നാണ്. എന്നാൽ ഇതേപോലെ ഗോൾഗി ബോഡിയിൽ നമ്മൾ ഒരു ചെറിയ ഇൻഫോൾഡിങ്സ് ആണ്, അതിനെ നമ്മൾ പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്ത് നോക്കിക്കേ, given below are characteristic feature of bryophyte and gymnosperm. Arrange them in corresponding column. ഫസ്റ്റ് ഓണം എക്സാമിന് പഠിക്കുന്ന ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരും. സോ പ്ലാൻ കിങ്ഡത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ബ്രയോഫൈറ്റിനെയും ജിംനോസ്പെർമിനെയും ക്ലാസിഫൈ ചെയ്തതാണ്. ലാഗ് ട്രൂ റൂട്ട് ആൻഡ് ലീവ്സ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് ആണ്. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ജിംനോസ്പെർം ആണ്. സ്പോറോഫിൽ ഫോം കോമ്പാക്ട് സ്ട്രോബിലൈ ഓർ കോൺ. സ്ട്രോബിലൈസ് കോൺസ് നമ്മൾ കാണുന്ന ജിംനോസ്പെർമിലാണ്. ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ബ്രയോഫൈറ്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ടാബുലേറ്റ് ചെയ്ത് എഴുതുക. അങ്ങനെയാണ് നിങ്ങൾക്ക് 2 മാർക്ക് ഈസി പീസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അടുത്തത്, അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ് ഷോ മെനി ഡിഫറൻസസ്. മെൻഷൻ എനി 2 ഡിഫറൻസസ് എന്നാണ്. ഡൈക്കോട്ടിനെയും മോണോക്കോട്ട് ലീഫ് എടുക്കുമ്പോൾ എന്താണ് ഇവരുടെ പ്രധാന ഡിഫറൻസസ്? പ്രധാന ഡിഫറൻസ് നമുക്കറിയാം, മീസോഫിൽ ടിഷ്യൂസിലുള്ള ഡിഫറൻസ് ആണ്. ഡൈക്കോട്ട് ലീഫ് ആകുമ്പം സ്റ്റൊമാറ്റോ ലോവർ എപ്പിഡെർമിസിൽ മാത്രമേ കാണും. മോണോക്കോട്ടിലോ സ്റ്റൊമാറ്റോ ബോത്ത് അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ നോക്കിക്കേ, മീസോഫിൽ ടിഷ്യൂസ് നോക്കുന്ന സമയത്ത് ഡൈക്കോട്ട് ലീഫിൽ അപ്പർ പാലിസൈഡും ഉണ്ട്, ലോവർ സ്പോഞ്ചി പാരൻകൈമി ഉണ്ട്. മേലെ ബാരലൽ ഷേപ്പ് ആയിട്ടുള്ള പാലിസൈഡ് പാരൻകൈമി, താഴെ വട്ടത്തിലുള്ള സ്പോഞ്ചി പാരൻകൈമി ഉണ്ട്. എന്നാൽ മോണോക്കോട്ട് ലീഫിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല. ഓൺലി മീസോഫിൽ സെൽ അല്ലെ. അവിടെ നോട്ട്
നോട്ട് ഡിഫറൻഷിയേറ്റഡ്. അവിടെ ജസ്റ്റ് മീസോഫിൽ സെൽ എന്നേ പറയൂ, ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗാർഡ് സെല്ലാണ്. ഡൈക്കോട്ട് ലീഫിലെ സ്റ്റൊമാറ്റയിൽ കാണുന്ന ഗാർഡ് സെൽ എന്ന് പറഞ്ഞാൽ ബീൻ ഷേപ്ഡ് ആയിരിക്കും. എന്താണ്? ബീൻ ഷേപ്ഡ് സ്റ്റൊമാറ്റയാണ് വരിക, ബീൻ ഷേപ്ഡ് സ്റ്റൊമാറ്റ. എന്നാൽ മോണോകോട്ട് ലീഫിലോ ഡംബൽ ഷേപ്പ് സ്റ്റൊമാറ്റയാണ് വരിക, ഡംബൽ ഷേപ്പ് സ്റ്റൊമാറ്റ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം എങ്ങനെയാണ് ഗാർഡ് സെല്ലിന്റെ ഷേപ്പിൽ ഡിഫറൻസ് എന്ന്. അടുത്തത് ഫ്ലോറൽ ഡയഗ്രാം ഓഫ് ഫാമിലി ഓഫ് an angiosperm plant is given below. Identify family, write any two floral characteristic of family. നമുക്ക് ഒരു ഫാമിലി ഇപ്പോഴത്തെ സിലബസിൽ പഠിക്കാനുള്ളൂ. തന്നിട്ടുള്ളത് ഏതാണ്? സൊളനേസിയ ഫാമിലിയാണ്. അപ്പൊ ഇതിലെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എഴുതാൻ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 5 5 സെപ്പൽ, 5 പെറ്റൽ. ഈ എന്താ ഇതിലേക്ക് അറ്റാച്ച്ഡ് ആണ്, എപ്പി പെറ്റാലസ് ആണ്. അപ്പൊ ഫീച്ചേഴ്സ് ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, ഹൈപ്പോഗൈനസ് ആണ്, 5 സെപ്പൽ. That means Gamosepalus, Gamopetalis and 5 stamen. Free stamen ആണുള്ളത്. Then epipetalis stamen ആണ്, bicarpellary ആണ്, syncarpus and superior ovary. അപ്പോൾ സൊളനേസി നിങ്ങൾ എന്തായാലും പഠിക്കണം. ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മസ്റ്റ് ആണ്. ഒന്നെങ്കിൽ ഫ്ലോറൽ ഡയഗ്രാം തന്നിട്ടായിരിക്കും ചോദിക്കുക, ഫ്ലോറൽ ഫോർമുല എഴുതാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ സൊളനേസി ഫാമിലിന്റെ ഒരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് 2 മാർക്ക് എഴുതാൻ ചോദിക്കാം. സോ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കി വെക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. സെൽ എന്ന ചാപ്റ്ററിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരാളാണെന്ത്? നമ്മൾ ഈ കാണുന്ന റെട്ടിക്കുലം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് സ്മൂത്ത് ആൻഡ് റഫ് ആണ്. റഫ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ റൈബോസോം ഉണ്ട് അല്ലെ, ആർ ആണ്, ആൻഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ്. അതേസമയം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കൽ എന്ന് പറഞ്ഞാലോ അവിടെ വിത്തൗട്ട് റൈബോസോം ആണ്, അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടാണ് കാണാൻ പറ്റുക. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ലിപ്പിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺ സിന്തസിസ്. ലിപ്പിഡും അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷനുമാണ് ആരുടെ ഫംഗ്ഷൻ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഫംഗ്ഷൻ. അടുത്തത് ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻ. നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ ഇൻഫ്ലോറസൻസ്, ഡിഫറൻഷിയേറ്റ് റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ് എന്നാണ്. അപ്പൊ ഇൻഫ്ലോറസൻസ് നമ്മൾ പഠിക്കുന്നതാണ്. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവർ ആണ് അല്ലെ. ഫ്ലോറൽ ആക്സസിൽ എങ്ങനെയാണ് ഫ്ലവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന് റെസിമോസും ഒന്ന് സൈമോസും. റെസിമോസ് ഇസ് ദ മെയിൻ ആക്സസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ഫ്ലവർ ഡെവലപ്പ് ഇൻ അക്രോപീറ്റൽ സക്സഷൻ. ആക്രോപീറ്റൽ സക്സഷൻ. ഈ രീതിയിൽ ഫ്ലവേഴ്സ് മേലേക്ക് ഗ്രോ ചെയ്യാണ്. ടിപ്പിൽ നമുക്ക് ചെറിയ ഫ്ലവർ കാണാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഈസ് ആക്രോപീറ്റൽ സക്സഷൻ അല്ലെ. അവിടെയാണ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. സൈമോസ് ആകുമ്പോൾ എന്താണ്? മെയിൻ ആക്സസ് ഫ്ലവർ ഡെവലപ്പ് ടു ബൈസിപെറ്റൽ സെക്ഷൻ. അതായത് മെയിൻ ആക്സസ് ഫ്ലവർ ആയിട്ട് മാറും, മെയിൻ ആക്സസ് ഫ്ലവർ ആയിട്ട് മാറും. ഇതിനെയാണ് സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അപ്പൊ സൈമോസ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ ജാസ്മിൻ ആയിട്ട് പറയാം. ഫ്ലവർ ആണ് ടെർമിനേറ്റ് ചെയ്യുക, അവിടെ ബേസിപെറ്റൽ സക്സഷൻ ആണ്. അപ്പൊ അത് കൺഫ്യൂഷൻ വരരുത്. ആക്രോപീറ്റൽ റെസിമോസിലാണ്, സൈമോസിൽ ബേസിപെറ്റൽ സക്സഷൻ ആണ്. റെസിമോസിൽ നമ്മൾ ഏതാണ്? സെസാൽപീനിയ അല്ലെങ്കിൽ കാഷിയ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി അനാട്ടമിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ എ ആൻഡ് ബി, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽ. ഇവിടെ നമ്മൾ റൂട്ടിലും അതുപോലെ സ്റ്റെമ്മിലും കാണുന്ന വാസ്കുലർ ബണ്ടിലാണ്. എ എന്ന് പറഞ്ഞാൽ റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. ബി എന്ന് പറഞ്ഞാലോ കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. സൈലും ഫ്ലോയും രണ്ടും വ്യത്യസ്ത റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ സൈലും ഫ്ലോയും ഓരോന്നും ഓരോ റേഡിയസിലാണ്. എന്നാൽ ഇപ്പുറത്ത് കൺജോയിന്റ് എന്ന് പറഞ്ഞാലോ ഒറ്റ റേഡിയസിലാണ് സൈലും ഫ്ലോയും ഉള്ളത്. അതിൻ്റെ ഇടയിൽ ക്യാമ്പിയും പ്രസന്റ് ആണ്, അതുകൊണ്ട് അത് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണെന്ന് നമുക്ക് പറയാം. സോ ക്ലോസ്ഡ് ഓപ്പണുമാണ്. ഇനി റേഡിയൽ വാസ്കുലർ ബണ്ടിൽ അറേഞ്ച്ഡ് ഇൻ ആൾട്ടർനേറ്റ് നമ്പർ, സൈലം ഈസ് എക്സ്-ആർ, റേഡിയൽ വാസ്കുലർ ബണ്ടിൽ ഈസ് പ്രസന്റ്. കൺജോയിന്റിലേക്ക് വരുമ്പോഴോ സെയിം റേഡിയസിലാണ്, ക്യാമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ സൈലം എൻറ്റാർക്ക് ആണ്, കൺജോയിന്റ് ഓപ്പൺ ബണ്ടിൽസ് ആണ്, ബണ്ടിൽ ഇസ് പ്രസന്റ് ഇൻ ദി ഡൈക്കോട്ട് സ്റ്റെം. അപ്പം ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചോളൂ. ഇവിടെ ഇപ്പം മിസ് പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം. റേഡിയലും കൺജോയിന്റും ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്മസ് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പൊ ഡയഗ്രാം മറന്നു പോകരുത്. ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലാണെങ്കിൽ അവിടെ ക്യാമ്പയും ഉണ്ടാവില്ല. Based on the position of centromere, chromosomes can be classified into 4 types. Name the 4 types of chromosome. What is satellite എന്നാണ്. നമുക്ക് ക്രോമസോം എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും മെറ്റാസെൻട്രിക് ഉണ്ട്, സബ് മെറ്റാസെൻട്രിക് ഉണ്ട്, ടീലോസെൻട്രിക് ഉണ്ട്, ആക്രോസെൻട്രിക് ഉണ്ട്. അപ്പം ഇവരാണ് 4 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി സെൻട്രോമിയർ. ഇനി അതിൽ നോൺ സ്റ്റെയിനിങ് ആയിട്ടുള്ള സെക്കൻഡറി കൺസ്ട്രക്ഷൻ സം ക്രോമസോംസ് ഗിവ്സ് അപ്പിയറൻസ് ഓഫ് സ്മോൾ ഫ്രാഗ്മെന്റ് അറ്റ് ദി എൻഡ് ഓഫ് ക്രോമസോം അറ്റ് ദി സാറ്റലൈറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ക്രോമസോമിന്റെ മേലെയായിട്ട്
ക്രോമസോമിന്റെ മേലെയായിട്ട് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആയിട്ട് സം ക്രോമസോംസ് അപ്പിയറൻസ് എ സ്മോൾ ഫ്രാഗ്മെന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഈസ്റ്റിവേഷൻ ആണ്. ഡിഫൈൻ ഈസ്റ്റിവേഷൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ലേബിൾഡ് ആസ് A, B, C and D. എ എന്ന് പറയുന്നത് എന്താണ്? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. ബി എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. സി എന്ന് പറയുന്നത് ഇംപ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ആൻഡ് ഡി എന്ന് പറയുന്നത് വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോണീഷ്യസ് ഈസ്റ്റിവേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇംപ്രിക്കേറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് ഒരെണ്ണം ഉള്ളിലും ഉണ്ടാകും, കംപ്ലീറ്റ് ഒരെണ്ണം പുറത്തും ഉണ്ടാകും. ട്വിസ്റ്റഡിൽ എല്ലാം ഓരോന്ന് കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ അത് രണ്ടും മാറിപ്പോവരുത്. ഇതിനെയാണ് നമ്മൾ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഓൺ എ ഫ്ലവർ, അല്ലേ? സെപ്പൽസിന്റെ പെറ്റൽസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോണീഷ്യസ് പി ഫ്ലവറിൽ മാത്രം കാണുന്ന ഈസ്റ്റിവേഷൻ കൂടെയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. കമ്പാനിയൻ സെല്ല്, ലെൻഡി സെല്ല്, ബുള്ളിഫോം സെല്ല്, സബ്സിഡറി സെല്ല്, മീസോഫിൽ സെല്ല്, എൻഡോഡേർമൽ സെല്ല് തന്നിട്ടുള്ളത്. അപ്പൊ ഇതില് സബ്സിഡറി സെല്ല് നമ്മൾ കാണുന്നത് എവിടെയാണ്? സ്റ്റൊമാറ്റയിലാണ്. ഫ്ലോയം ടിഷ്യൂസ് എന്ന് പറയുന്നത് കമ്പാനിയൻ സെല്ലാണ്. എം ടി കളർലെസ് സെൽ എന്ന് പറയുന്നത് ബുള്ളിഫോം സെല്ലാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് ലെൻറ്റി സെല്ലാണ്. ക്ലോറോഫിൽ ബെയറിംഗ് സെല്ല് മീസോഫിലാണ്. പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയവും ഉണ്ട്. പിന്നെ ഏതാ? കാസ്പേരിയൻ സ്ട്രിപ്പ്. എൻഡോഡെർമൽ സെല്ലിലാണ് കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുന്നത്. ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് തന്നാൽ അത് മാച്ച് ചെയ്ത് എഴുതാനും കൂടെ പഠിക്കുക കേട്ടോ. ഇങ്ങനെ ചില വേർഡ്സുകൾ റാൻഡം ആയിട്ട് എല്ലായിടത്തു നിന്നും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അത് ഓർത്തോളൂ. ടിഷ്യൂ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാം. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആണ്. അമൈലോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇലയോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഫാറ്റ് അല്ല, ഇലയോപ്ലാസ്റ്റ് ഓയിൽ ആൻഡ് ഫ്ലാറ്റ്. അമൈലോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കെറോട്ടിനോയിഡ് ആണ്. അപ്പൊ കളറിലായിട്ടുള്ള പ്ലാസ്റ്റഡ് ആണ് ഇത് ക്രോമോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റോർ ചെയ്യുക. എലയോപ്ലാസ്റ്റിലാണ് ഓയിൽ ഫാറ്റ് എന്ന് പറയുന്നത്. അല്യൂറോപ്ലാസ്റ്റ് ആണെങ്കിൽ അത് പ്രോട്ടീനും കൂടിയാണ് വരിക. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അല്യൂറോപ്ലാസ്റ്റ് പ്രോട്ടീൻ. ഇനി given below is a diagram of cell organelle. Identify the organelle. Write any two functions of this. ഇതാണ് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്. അപ്പൊ പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽസിനാണ് പ്രധാനമായിട്ടും ഗോൾഗി അപ്പാരറ്റസിന്റെ റോള്. ഇനി സെൽ സൈക്കിളിൽ നിന്ന് നിങ്ങളോട് മിയോസിസ് 1 പ്രോഫീസിലെ എല്ലാ സ്റ്റേജും നിങ്ങൾ ഓർക്കണം. അവിടെ നടക്കുന്ന ഓരോ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ തന്നിട്ടുണ്ട് ഡയാകൈനസിസ്, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ. കാണാലോ എപ്പോഴാണ് ഓരോ ഇവന്റ് നടക്കുന്നതാണ്. ഫോർമേഷൻ ഓഫ് കയാസ, ക്രോസിംഗ് ഓവർ, സിനാപ്സിസ്, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഡയാകൈനസിസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആണ്. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മയാണ് അല്ലെ. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ് ആണ്. സൈഗോട്ടിനിലാണ് നമുക്ക് സിനാപ്സിസ് നടക്കുന്നത്. Z എന്ന് പഠിക്കുക. സൈഗോട്ടിൻ സിനാപ്സിസ്. ഓക്കെ, Z എന്ന് പഠിക്കുക. പാക്കറ്റിനിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. പാക്ക് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യും, പാക്ക് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുന്നു പഠിക്കുക. ആൻഡ് ഡിപ്ലോട്ടിനിലാണ് ഫോർമേഷൻ ഓഫ് കയാസ്മ. ഓർത്ത് വെച്ചോളാം. ഡിപ്ലോട്ടിനിൽ ഫോർമേഷൻ ഓഫ് കയാസ്മ, ഡയാകൈനസിസിൽ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മയാണ്. സൈഗോട്ടിൻ സിനാപ്സിസ് ആണ്, പാക്കറ്റിൻ ക്രോസിംഗ് ഓവർ ആണെന്ന് ഓർക്കുക. അപ്പൊ ഈ ഒരു ഹിന്റ് വെച്ച് തന്നെ എന്ത് ചെയ്യുക? സെൽ സൈക്കിളിലെ സ്റ്റേജസ് പഠിക്കുക. ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്ന് ക്വസ്റ്റ്യൻ വരാൻ വളരെ സാധ്യത കുറവാണ്. എന്നാലും ഈ ഒരു C3 C4 പഠിച്ചു വെച്ചോളാം. C3 ആൻഡ് C4 നോക്കുമ്പോൾ അതിൽ പ്രൈമറി CO2 അക്സെപ്റ്റർ, പ്രൈമറി CO2 ഫിക്സേഷൻ പ്രോഡക്റ്റ്, ലീഫ് അനാട്ടമി എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. അപ്പം C4 പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ മെയ്സ് ഓർ സ്വർഗം നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇവിടെ പ്രൈമറി CO2 അക്സെപ്റ്റർ C3 പ്ലാന്റ്സിൽ ഇതാണ് RUBP ആണ് വരിക. RUBP ആണ് വരിക. പ്രൈമറി CO2 അക്സെപ്റ്റർ. C4 പ്ലാന്റ്സിൽ PEP ആണ് വരുന്നത്. പ്രൈമറി CO2 ഫിക്സേഷൻ പ്രോഡക്റ്റ് C4 പ്ലാന്റ്സിൽ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. ഇവിടെയോ 3PJ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ആൻഡ് ലീഫ് അനാട്ടമിയിൽ നോർമൽ അനാട്ടമിയാണ്. C4 അനാട്ടമിയോ ക്രാൻസ് അനാട്ടമിയാണ് കാണിക്കുന്നത്. സോ C3 ആൻഡ് C4 തമ്മിലൊരു കമ്പാരിസൺ ഓർത്ത് വെച്ചോ. പിന്നെ ഫോട്ടോസിന്തസിസ് ഇപ്രാവശ്യം ക്രിസ്മസ് എക്സാം ചോദ്യം വന്നാലും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം ദ പിഗ്മെന്റ് ദാറ്റ് ഫോംസ് എ റിയാക്ഷൻ സെന്റർ. റിയാക്ഷൻ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ എ ആണ്. അതാണ് മെയിൻ പിഗ്മെന്റ് എന്ന് പറയുന്നത്. നെയിം ദ വൺ ആക്സസറി പിഗ്മെന്റ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ് ആണ് ചോദിച്ചത്. അതാണ് ഏത് ആക്സസറി പിഗ്മെന്റ്? സാന്തോഫിൽ, കെറോട്ടിനോയിഡ്. മെൻഷൻ ഫംഗ്ഷൻ ഓഫ് ആക്സസറി പിഗ്മെന്റ്. ആക്സസറി പിഗ്മെന്റ് എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നു. ആൻഡ് ആ ട്രാൻസ്ഫർ ദി എനർജി ഓഫ് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ.
ലൈറ്റിനെ ട്രാപ്പ് ചെയ്ത് അതിൽ നിന്നുള്ള എനർജി ക്ലോറോഫിൽ എക്ക് കൊടുക്കുന്നവരെയാണ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ observe the figure, identify the organism, mark the part labeled as 1 and 2. തന്നിട്ടുള്ളത് എന്താണ്? ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് TMV. 1 എന്ന് പറയുന്നത് എന്താ? RNA ആണ്. 2 എന്ന് പറയുന്നത് ക്യാപ്സിഡ് ആണ്. അപ്പൊ ഈ ബയോളജി ക്ലാസിഫിക്കേഷന്റെ ഡയഗ്രാംസും കൂടി ഒന്ന് നോക്കി വെക്കുക. ദെൻ അടുത്തത് നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് തന്നെയാണ്. കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ ഓഫ് ആൽഗൽ ഡിവിഷൻസ് ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് A, B, C and D. ക്ലോറോഫൈസി ഉണ്ട്, അതിൽ ക്ലോറോഫിൽ A, B കാണാം. എന്താണ് അതിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റോർഡ് ഫുഡ് എന്നാണ് ചോദിച്ചത്? സ്റ്റാർച്ച് ആണ് ക്ലോറോഫൈസിയയിൽ നമുക്ക് സ്റ്റോർഡ് ഫുഡായിട്ട് കാണാൻ പറ്റുക. ഫിയോഫൈസിയയിൽ ക്ലോറോഫിൽ A, C ആൻഡ് ഫ്യൂക്കോസാന്തിനാണ് കാണാൻ പറ്റുക. ക്ലോറോഫിൽ A, D ആണെങ്കിൽ അത് റോഡോഫൈസിയാണ്. സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡിൻ സ്റ്റാർച്ചുമാണ്. അപ്പൊ പ്ലാന്റ് കിങ്ഡത്തിലെ ആ ഒരു ടേബിൾ എന്തായാലും നോക്കി വെച്ചാൽ മതി, അതിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. ഇനി യെസ്, ഗ്രീൻ മൾട്ടി സെല്ലുലർ അസെക്ഷൽ ബഡ്സ് ഓഫ് ലിവർ വേർഡ്സ് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഗ്രീൻ മൾട്ടി സെല്ലുലർ സെക്ഷൽ ബഡ്സ് ഓഫ് ലിവർ വേർഡ്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാൻഡം പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടാതെ നമ്മൾ ഇന്ന് മാരത്തോണിലെ എല്ലാ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സീ യു സൂൺ ഇൻ ദ ലൈവ്. ബൈ ബൈ.